നോമ്പെടുത്തുകൊണ്ട് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഡേ ടൈം നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ്. അതുകൊണ്ട് ഈ ടൈമിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞു, നാളെ മുഴുവൻ പട്ടിണി കിടക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ഹെവി ആയിട്ട് ഞാൻ അത്താഴം കഴിക്കാൻ പോവുകയാണെന്ന്. ശരിക്കും നിങ്ങൾ ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് അതിനെ ഡൈജസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി കൂടുതൽ വേണം. ആ സമയത്ത് നിങ്ങളുടെ ശരീരം വീണ്ടും ക്ഷീണിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ആവുന്ന വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പ്രിഫർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഫോർ അത്താഴം. പകൽ സമയം ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് അത്താഴത്തിനും നോമ്പ് തുറന്നിട്ട് പിന്നെ രാത്രിയൊക്കെ ഓവർ ഈറ്റിംഗ് ചെയ്യുന്നത് നോമ്പിന്റെ ടോട്ടൽ കോൺസെപ്റ്റിനും നിങ്ങളുടെ ഹെൽത്തിനും ഒരേപോലെ അഗെയിൻസ്റ്റ് ആണ്. ഇനി നിങ്ങൾക്ക് വേവിച്ച ഭക്ഷണം തന്നെ വേണം എന്ന് നിർബന്ധമാണെങ്കിൽ അത്താഴത്തിന് കഴിക്കാൻ പറ്റുന്ന വളരെ ലൈറ്റ് ആയിട്ടുള്ള മീൽസ് ഓപ്ഷൻസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലെ ഓരോ ദിവസവും ഓരോന്നായിട്ട് പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത്. റംസാന്റെ ഉദ്ദേശം സെൽഫ് കൺട്രോൾ, ബോത്ത് ഫിസിക്കലി ആൻഡ് ഇമോഷണലി സെൽഫ് കൺട്രോൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ മാസമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഹെൽത്തിയായി എന്തൊക്കെ കഴിക്കാമെന്ന് അടുത്ത വീഡിയോയിൽ പറയാം.